Hey guys, welcome back to Motorholic 390. നമ്മളിപ്പോൾ ഇന്ന് എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂമ്പാറയിലാണ്, പൂമ്പാറ വില്ലേജ്. ഇത് നമ്മുടെ അക്കാട് ഒരു വീടാണ്, ഇവിടെയാണ് നമ്മൾ താമസിക്കാറ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങാണ്. നമ്മളിന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പഴയ ഒരു 80s മോഡൽ MM540 എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. അത് ഇവിടുന്ന് എടുക്കുക, നേരെ നാട്ടിൽ പോവുക, നേരെ എന്നിട്ട് നമ്മുടെ ബേബ്സിൻ്റെ കൊടുക്കുക, ഫുൾ പണി പണിയിപ്പിക്കുക. ഇതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ നമ്മളിവിടെ റിസോർട്ടിന് വേണ്ടിയിട്ട് സ്ഥലം എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തേക്ക് വാങ്ങിച്ച ഒരു MM540 ആണ് ആക്ച്വലി. അപ്പോൾ അത് ഫുൾ പണിയാണ് നമ്മൾ എടുക്കണ വണ്ടി ഉണ്ടോ. നീലകണ്ഠൻ മംഗലശ്ശേരി നീലകണ്ഠൻ, ആ മൂടാണ്ട വണ്ടി. വണ്ടി കൊണ്ട് ഇപ്പം നേരെ നമ്മൾ നാട്ടിക്കാണ് പോണേ. കേറിട്ട് കയറാം. കേറ്റിട് ഏതാണ് നോക്കിയേ, 4x4 MM540. സൗണ്ടൊക്കെ നോക്കിയ വണ്ടിയുടെ ആ സ്കീം. ഓട്ടോമാറ്റിക്കാ. വണ്ടി ഒരു 80 മോഡലായതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് തീർക്കണം, നാട്ടിൽ എത്തിക്കണം അവനെ. ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് വീഴില്ല, പാലവെള്ളത്തിൽ വിട്ടും പണി നോക്കാം നമുക്ക്. പൂമ്പാറ അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഷോപ്പിൽ പോയിട്ട് കാണാം. ഗൈസ്, ഹരിബ്രോയുടെ ഷോപ്പിലേക്ക് കാണാം. പോട്ടെ കൊടൈക്കനാൽ കുറച്ച് ആൾക്കാർ കയറ്റിയിട്ടല്ലേ കൊടൈക്കനാൽക്ക്. ഞാൻ നിങ്ങൾക്ക് ഒരു കിടിലൻ ഷോപ്പ് കാണിച്ചാലോ. നിങ്ങൾ കൊടൈ പൂമ്പാറ റൂട്ടിൽ ട്രാവൽ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല കിടിലൻ ഐറ്റംസ്, മീൻസ് ക്ലോത്ത് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നമ്മളുടെ ഞാൻ കാണിച്ചു തരാം, മറ്റേ ഡ്രീം ക്യാച്ചർ, അങ്ങനെ കുറേ സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങൾ, അങ്ങനത്തെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ കിടിലൻ ഷോപ്പുണ്ട്. നമ്മുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പാണ് ഹരിബ്രോ. ഞാൻ കാണിച്ചു തരാം ബാക്കി ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ്. ഹരിബ്രോയുടെ ഷോപ്പിക്കുള്ള വഴി ഗൈസ്. ഏതാ മൂട്? അംബാനി മൂടല്ലേ ഈ സാധനമൊക്കെ നോക്കിയേ. മൈക്രോ കോസ്മോസ് എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ പേര്. ഹരിബ്രോ
നോ നോ. ഇതാണ് ഷോപ്പൊക്കെ. ബാക്കി ഞാൻ കാണിച്ചു തരാം. അത് ഒരു ചിക്കൻ വേണോ? സൗണ്ട് നിങ്ങൾ കേൾക്കണമെന്ന് എനിക്കറിയില്ല. വേറെ മൂഡ് ഉണ്ടാക്കണോ? ഭയങ്കര റിലാക്സേഷൻ ഫീൽ. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഷോപ്പ്. അപ്പോൾ നിങ്ങളാരും നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് പോരെ, ഹരിപുറോ പർച്ചേസ് നടത്തുക. അപ്പോൾ ഓക്കെ, ബാക്കി നമ്മൾ യാത്രാ വിശേഷങ്ങൾ വഴിയിൽ കാണാം. നമ്മളിവിടെ നിന്ന് ഇറങ്ങാണ്. കൊട്ടയില്ല പൂമ്പാറയിൽ നിന്ന് ഇറങ്ങാണ്. ഹരിപുറ പോകണം. ഹരിപുറയുടെ ഷോപ്പ് മറക്കണ്ട. നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. വേഗം നോക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ പൂമ്പാറ വില്ലേജിനോട് വിട പറഞ്ഞ് നാട്ടിലോട്ട് തിരിക്കുകയാണ്. അത് MM540 നീലകണ്ഠ വൈബ്സ്. ഇതിനാകെ 4 ഗിയറുള്ളൂ. പഴയ വണ്ടിയല്ലേ. ഏറ്റവും പഴയ വണ്ടിക്ക് 3 ഗിയറുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വണ്ടിയാണ് 4 ഗിയർ. ഈ സാധനം 60 വരെ കയറുള്ളൂ എന്നൊക്കെ പറയണേ. ഇത് ഓടിച്ചിട്ട് നമ്മൾ 300 കിലോമീറ്റർ അറിയണം. 300 ഓൾമോസ്റ്റ് ആട്ടോ, 280 സംതിങ്. എന്തായാലും കാണാം. എൻ്റെ പോണ വഴിക്കാണെങ്കിൽ എൻ്റെ ബൈക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പണോ എവിടെ മക്കളെ? ഇനി വരുമ്പോൾ ശ്രദ്ധിച്ചോ. ഇനി വരുമ്പോൾ ശ്രദ്ധിച്ചോട്ടോ. പൂമ്പാറയിൽ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അൺടൈമിൽ വരുമ്പോൾ പണി വാളും. പാസി ഫ്ലോറാ. മട്ടേഷ് എപ്പോഴും ഈ വഴിയൊക്കെ വരുമ്പോ ശ്രദ്ധിക്കട്ടോ. ഏതൊക്കെ ഇതുപോലെ എപ്പോഴും ലോറിക്കാരുണ്ടാവും. എപ്പോഴും ഇതുപോലത്തെ വലിയ വണ്ടിക്കാരുണ്ടാവും. അവരുടെ സ്ഥിരം ഓടുന്ന ആൾക്കാരാണ്. അവർക്ക് ഇവിടുത്തെ ഏത് കട്ടറാണ് ഏത് കർവാന്നുള്ളത് മനപ്പാടായിരിക്കും. നമ്മൾ ഓവർ കർവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല പാലുമണത്തിൽ പണിയുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങാരും കൊടൈക്കനാൽ പ്ലാൻ ചെയ്യുമ്പോൾ കൊടൈപ്പള മാത്രം പ്ലാൻ ചെയ്യുക. മീൻസ് സാറ്റർഡേ സൺഡേ മൺഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൺഡേ ഇത് കൊടൈ മാത്രം പ്ലാൻ ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിലേക്ക് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മണ്ടത്തരായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചൊവ്വ ടു വ്യാഴമുള്ള ദിവസങ്ങളിൽ പ്ലാൻ ചെയ്യായിരിക്കും അടിപൊളി. അതാകുമ്പോൾ ഈ വഴികളിലൊന്നും ക്രൗഡ് ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ ബ്ലോക്ക് ആയിരിക്കും ഗൈസ്. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ബ്ലോക്കിൽ ഇടുന്നിട്ട് നിങ്ങൾ പൂണ്ടി എത്തിയിട്ട് എപ്പോൾ തിരിച്ചു വരാനാ ടാസ്ക് ആയിരിക്കുള്ളൂ. ഇത് ഈ ഒരു ഏരിയ അടിപൊളിയാണ്. പോയി കൊമിനി ഏതാ സാധനല്ലേ വെടിച്ചില് സാധനം. നമ്മളിത് പോയി കൊടൈ എത്തിണ്ടാ. കൊടൈ ഓൾമോസ്റ്റ് എത്താനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് എത്തി. സെൻറ്റർ എത്താറായി. ആ ജീപ്പിന് ഷേപ്പ് പോയിക്കേ. അതൊരു 75 വണ്ടിയുടെ സൗണ്ട് ആയിട്ട് രസം. നമ്മുടെ
മൂടാ വണ്ടി. കൊട്ടയം തിരക്കില്ല. തിങ്കളാഴ്ച ആയതുകൊണ്ടാ തിരക്കുന്ന സാധനമില്ല. ഇത് സെയിം ടൈം ഇന്നലെയും ഞാൻ നോക്കിയാണെങ്കിണ്ടല്ലോ നമ്മളിവിടെ ബൈക്കായിട്ട് വന്നാൽ പോലെ സ്റ്റക്കായി പോവും. അത്രയും ക്രൗഡാ. ലേക്കിൻ്റെ അവിടെ നിന്നൊരു മനുഷ്യനില്ല, ഒരാളില്ല. കുതിരകളൊക്കെ വെറുതെ വാലാട്ടിരിക്കുക. നിങ്ങൾ ഇപ്പം അടുത്ത് കോട്ടയം വന്നിട്ടുണ്ടെങ്കിൽ ഈ സാധനം കാണാൻ പറ്റും. ലേക്കിൻ്റെ നടുക്കിലേ ഉണ്ടാവും ഒരു വാട്ടർ ഫൗണ്ടേഷൻ പോലത്തെ സാധനം. അടിപൊളിയാണ്, ഭയങ്കര രസമുണ്ട് അത് കാണാൻ. ഫോഗ് കൂടി വരുമ്പോൾ ഭയങ്കര രസമുണ്ട് അത് കാണാൻ. പുതിയ ഡിവൈഡറൊക്കെ ഉണ്ടല്ലോ. പത്തലക്കുണ്ട് രൂപയാണ്. പോയി ഏകദേശം ഒരു 30 കിലോമീറ്ററുണ്ടോ പളനിക്ക് ചുരിറങ്ങിക്കൊണ്ടിരിക്കണം. അടിപൊളി കയറുക. ബൈക്കിലൊക്കെ വരുമ്പോണ്ടല്ലോ കറക്റ്റായി കയറും. RC390 കറക്റ്റാ. ഓടി 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 നമ്മൾ താഴെ എത്താറായി. കണ്ടിട്ടാ നമുക്ക് ഞങ്ങൾ പണ്ട് ഇതുപോലെ വരുമ്പോ എപ്പോഴെപ്പോഴും വരുമല്ലോ. നമ്മൾക്ക് തെങ്ങ് കണ്ടു കഴിഞ്ഞാൽ സമാധാനം. താഴെ എത്താറായി നമുക്കറിയാൻ പറ്റും. തെങ്ങ് കണ്ടോ പോണ്ടിച്ചേരി വണ്ടി ഇഷ്ടമാണ്. അയാൾ ബ്രേക്ക് ഓടിയിട്ട് ലൈറ്ററൊക്കെ നോക്കി വരിക. അങ്ങനെ നമ്മൾ താഴോട്ട് എത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. താഴോട്ട് എത്തിരിക്കുകയാണ്. കണ്ടോ തെങ്ങൊക്കെ കാണുന്നുണ്ടോ? തെങ്ങ് കണ്ട സമാധാനം. കൊടൈക്കനാലിൽ വരുന്ന വഴി തെങ്ങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പളങ്ങിയെത്തി. പോയിക്കോ. അങ്ങനെ അവസാനത്തെ ഹെയർ പിൻ നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് കേട്ടോ നമ്മുടെ കോവില്. നമ്മൾ കൊട്ടയിൽ കയറുമ്പോ ഇവിടെ നമ്മൾ പ്രാർത്ഥനയുടെ കയറാണല്ലോ. പറ്റും പറ്റും പറ്റും. 1 2 ഇത് നമ്മുടെ കോട്ടയം ചെക്ക് പോസ്റ്റ് ആട്ടോ. ഈ ചെക്ക് പോസ്റ്റ് സ്കിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി. ഞാൻ ബെസ്റ്റ് ടൈമിങ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ,
കണ്ട ഇവര് പാവങ്ങൾ കേരളോ മലയാളീസിനെ ഇവര് പിടിച്ചു നിർത്തിയിട്ട് വണ്ടി ചെക്ക് ചെയ്യുള്ളൂ കൈ. അതായത് TN വണ്ടി ഒരു ചെക്ക് ചെയ്യില്ല, KL വണ്ടി ഒരു ചെക്ക് ചെയ്യുള്ളൂ. അതിന് ഞങ്ങൾ കണ്ടുപിടിച്ചൊരു ടൈമിംഗ് ഉണ്ട്, അതായത് ഡ്യൂട്ടി ചേഞ്ചിങ് ടൈം ഉണ്ട് ഇവിടെ. അതെനിക്കറിയാം. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി, ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ആ ടൈമിൽ നിങ്ങൾ പാസ് ചെയ്താൽ നിങ്ങൾ കിടക്കന്മാർ പിടിക്കില്ല. ഓക്കെ, ഇനി നമ്മൾ നേരെ പോണത് പൊള്ളാച്ചിയിൽ എൻ്റെ ബൈക്ക് ഇരിക്കുന്നുണ്ട്, അതവിടെ ഇടിക്കണം. ഈ വണ്ടി നേരെ ഇയാൾ ഓടിക്കും, നേരെ നാട്ടിക്ക്. ഞാൻ ബൈക്ക് എടുത്ത് വണ്ടിയുടെ പിന്നാലെ വരും, നേരെ നാട്ടിക്ക്. ഓക്കെ, ഓക്കെ ശരി. വണ്ടി പവറാലോ. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മൾ കൊടൈക്കനാലിൽ നിന്ന് MM540 ആയിട്ട് നമ്മുടെ പൊള്ളാച്ചിയിൽ എത്തിയിട്ടുണ്ട്. പൊള്ളാച്ചിയിൽ നമ്മുടെ അണ്ണനോട് വീട്ടിലാണുള്ളത്. ഈ വീട്ടിൽ പൂളൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ MM540 ഞങ്ങളുടെ എത്തി. നമ്മൾ 2 ദിവസത്തിനുള്ളിൽ നമ്മളിത് ബേബ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുകൊടുക്കും. ഏകദേശം ഫുൾ പണി കഴിക്കും നമ്മൾ. ഇതാണ് ഞാൻ പറഞ്ഞ പൂള്, പാർക്കിംഗ് അല്ല, വെള്ളമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ദിസ് ഇസ് മോട്ടോഹോളിക്. അപ്പോൾ നമ്മുടെ കൊടൈക്കനാൽ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഗൈസ്.